എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ പുഷ്പം ചെത്തി പൂവ് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിൽ പ്രാർത്ഥനകളും ആത്മീയ ചിന്തകളുമായിട്ടാണ് നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. അത് മാത്രമാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. മറ്റ് ചിന്തകൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പല ബന്ധങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ പോയില്ല. നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും സ്നേഹിച്ചിട്ടും അവരൊക്കെ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ പോയി. പക്ഷേ ആത്മീയ ചിന്ത നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർക്കുമ്പോഴും ആത്മീയ ചിന്തയിൽ അധിഷ്ഠിതമായൊരു ഇഷ്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമാത്രമാണ് നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ആത്മീയ ചിന്തയിലേക്ക് കൂടുതലായിട്ട് പോയെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ നിരാശകൾ നിങ്ങൾക്ക് ഭാവിക്കുന്നു. ആഗ്രഹിച്ച പലതും നടക്കുന്നില്ല. എത്ര സമയം നിങ്ങളതിനു വേണ്ടി ചിലവഴിച്ചിട്ടും അതിനുവേണ്ടി പറഞ്ഞിട്ടും ഒന്നും കൃത്യമായി നടക്കാത്തൊരവസ്ഥ. അത് നിങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ചു. ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ടു. എങ്ങനെ കാര്യങ്ങൾ തുടരണം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും നിങ്ങൾക്ക് സംശയവും ഭയവുമായി. ആത്മാർത്ഥത ഇല്ലാത്ത ആളുകൾക്കൊപ്പം ജീവിക്കേണ്ടി വരിക, അവരുടെ പെരുമാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വരിക, അവരിൽ നിന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വരിക. അങ്ങനെ ജീവിതത്തിൽ സമ്മിശ്രമായ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായി. ആത്മീയ ചിന്തയ്ക്ക് മാത്രമേ എനിക്ക് സമാധാനം നൽകാൻ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഏറ്റവും പവിത്രമായ ഒരു ചിന്തയാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുന്നു. വളരെ ശക്തിയോടെ മനസ്സിന് സംതൃപ്തിയോടെ പോകാൻ കഴിയുന്നു. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ നടന്നില്ല. അതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്. എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഇതുവരെ നടന്നില്ല? പക്ഷേ ഉടൻ അതെല്ലാം നടക്കും. കാരണം ഇനി നിങ്ങൾക്ക് ഒരു വഴിതെറ്റിലില്ല. നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ ചില തെറ്റുകൾ മുമ്പ് സംഭവിച്ചു. അതെല്ലാം തിരുത്തപ്പെടുകയും യഥാർത്ഥ ആത്മീയ ചിന്തയിലും യഥാർത്ഥ ജീവിതഗതിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. മനസ്സിൽ ഇപ്പോഴുള്ള ആഗ്രഹമുണ്ടല്ലോ, ഇതുവരെ നടക്കാത്തൊരാഗ്രഹം, അത് പൂർത്തിയാക്കുകയും സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കതിൽ അഭിമാനിക്കാനും കഴിയും. കാരണം മനസ്സ് ഇപ്പോൾ ദൃഢമാണ്, മനസ്സിലിപ്പോൾ ശക്തിയുണ്ട്. അതായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവഗണനകൾ ഓരോ ദിവസവും നിങ്ങൾ നേരിടുന്നുണ്ട്. അവഗണിക്കപ്പെട്ട ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. ഹൃദയത്തിൽ എന്നും ദുഃഖമാണ്. ആളുകൾ നിങ്ങളെ അവഗണിച്ചു കൊണ്ടേയിരിക്കുന്നു. അവഗണിക്കുന്നവർക്ക് രണ്ട് തരത്തിലുള്ള അവഗണിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, നിങ്ങളൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല, നിങ്ങളൊരിക്കലും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ല എന്ന ചിന്തയുള്ള ആളുകൾ. അവർക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ശക്തിയുണ്ടെന്നും ആ ശക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ അവരത് പൊയ്മുഖം കാണിക്കുകയാണ്. നിങ്ങളങ്ങനെ വിജയത്തിലേക്ക് എത്തരുത്. നിങ്ങളങ്ങനെ വിജയത്തിൻ്റെ ഓരോ പടവുകളും ചവിട്ടി കയറി പോകരുതെന്ന് അവരാഗ്രഹിക്കുന്നു. അവരാഗ്രഹിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിന്തയിൽ നിങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ആ നന്മ ഉണ്ടാകരുതെന്ന് അവരാഗ്രഹിക്കുന്നു. അവർ അത് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങളുടെ ആ ശക്തിയിൽ ഒരു തരത്തിലുള്ള ഒരു പ്രേരണയുണ്ടാകരുത്. നിങ്ങളുടെ മനസ്സിനെ അടിച്ചിരുത്താനാണ് അവർ നോക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ, അവഗണിക്കുന്നവരിൽ. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ 100% വിശ്വസിക്കുകയാണ് നിങ്ങൾ രക്ഷപ്പെടില്ല.
ഈശ്വരൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചോ ഈശ്വരൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയാലോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ കേവലം ചിന്തിക്കുന്നത് നിങ്ങൾ തകർന്നടിഞ്ഞു പോകണം, നിങ്ങൾ രക്ഷപ്പെടരുത്, നിങ്ങൾ രക്ഷപ്പെടാതെ മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന്. പക്ഷെ ആ ഉറപ്പ് ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങളുടെ ശക്തി, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ശക്തി നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അതിലൂടെ വിജയം ഉണ്ടാവും. നിങ്ങൾ ആ പോസിറ്റീവ് എനർജിയെ തൊട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവും. അവർക്കാർക്കും ഒന്നും തടയാൻ കഴിയില്ല. അവർ തടയാൻ കഴിയാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ സോപാനങ്ങളിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ അത് വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ അതിനെ അനുഗ്രഹിക്കുക. അവർക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിജയം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.